ചെവിയുടെ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ആധുനിക കാലത്ത് ഒരുപാട് സൗണ്ട്, ഹോണും വണ്ടിയുടെ സൗണ്ടുകളൊക്കെ നമ്മുടെ ചെവിയിൽ വലിയ ക്ഷതം ഏൽപ്പിക്കുകയും കേൾവിക്കുറവുണ്ടാവുകയും ചെയ്യും. ചെവിക്ക് കേൾവിക്കുറവുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഹെഡ്സെറ്റുകളൊക്കെ ഇപ്പോൾ ഒരുപാട് ഹെഡ്സെറ്റ് ഉപയോഗം അതെല്ലാം കാലക്രമേണ നമ്മുടെ ചെവിയിൽ പ്രശ്നങ്ങളുണ്ടാവുകയും മൂളൽ, എരപ്പ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും ഇച്ചിരി പ്രായമാകുമ്പോൾ കേൾവിക്കുറവുണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കേൾവിക്കുറവ് ചെറിയ കുട്ടികളിൽ തന്നെ, ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തന്നെ കേൾവിക്കുറവുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കേൾവിക്കുറവുണ്ടാവാം? നവജാത ശിശുക്കളിൽ കേൾവിക്കുറവുണ്ടാക്കുന്നത് അമ്മമാരിൽ, ഗർഭാവസ്ഥയിൽ അമ്മമാരിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ, മംസ്, റൂബെല്ല അങ്ങനെയുള്ള ചിലതരം പനികൾ വരികയാണെങ്കിൽ ഉണ്ടാവാം. അല്ല, ജനിച്ച ശേഷം മഞ്ഞ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വരാം. അല്ലെങ്കിൽ ജനിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈ കുറയുകയും അത് കാരണം കേൾവിക്കുറവ് ഉണ്ടാവുകയും ചെയ്യാം. അല്ലാത്തൊരു കുട്ടിയിൽ ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ, അതല്ല ഓടിക്കളിക്കുന്ന സമയത്ത് കുട്ടികൾ പരസ്പരം അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ചെവിയിലേക്ക് പല കുട്ടികളും പെൻസിൽ അതുപോലുള്ള സാധനങ്ങൾ ഇടാറുണ്ട്. അങ്ങനെ ഒന്നും തന്നെ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ കർണപടത്തിൽ ദ്വാരം ഉണ്ടാവുകയും കേൾവിക്കുറവുണ്ടാവുകയും ചെയ്യും. മുതിർന്ന ഒരാളിൽ പലപ്പോഴും കേൾവിക്കുറവ് അവഗണിക്കാറാണ് പതിവ്. നമ്മൾ കേൾവിക്കുറവ് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സാരമില്ല അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? പരിശോധിക്കാറുണ്ടോ ആരെങ്കിലും? മിക്കവാറും എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ കേൾവിക്കുറവ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ എത്ര പേര് കേൾവി പരിശോധന നടത്താറുണ്ട്? എത്ര പേര് ഒരു ENT ഡോക്ടറെ കാണുകയും ആവശ്യമുള്ള ചികിത്സകൾ തേടാറുണ്ട്? അത് വളരെ കുറവാണ് അല്ലേ. ശരിക്കും 4-ൽ ഒരാൾക്ക് കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഒരു ENT ഡോക്ടറെ കണ്ട ശേഷം ആവശ്യമുള്ള രീതിയിലുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്രായമായ ഒരാൾക്ക് കേൾവിക്കുറവ് ഉണ്ടാകുന്നതിന് ഒരുപാട് ശബ്ദമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ഇയർ പ്ലഗ് ഉപയോഗിക്കണം. ശബ്ദമുള്ള സ്ഥലങ്ങളിലുള്ള ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇയർ പ്ലഗ് വെച്ച് അമിതമായ ശബ്ദം കാരണം ഉണ്ടാക്കുന്ന കേൾവിക്കുറവ് നമുക്ക് തടയാനാവും. അങ്ങനെ തടയുകയാണെങ്കിൽ നമുക്ക് ആ കേൾവിക്കുറവ് വരാതിരിക്കും. കേൾവിക്കുറവ് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനെക്കാട്ടി എപ്പോഴും നല്ലത് വരാതെ നോക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കീമോതെറപ്പിയോ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് അങ്ങനെയുള്ള ചികിത്സകൾ തേടുന്ന ആൾക്കാർക്ക് കേൾവിക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ചില മൈസിൻ ഗ്രൂപ്പുകളിലുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ കേൾവിക്കുറവ് വരാം. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഒരു കറക്റ്റ് ഇൻ്റർവെൽ വെച്ച് കേൾവി പരിശോധന നടത്തണം. അങ്ങനെ നമുക്ക് കേൾവി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാലേ അതിനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രായമായ ആൾക്കാർ കേൾവിക്കുറവ് മിക്കവാറും അവഗണിക്കാറാണ് പതിവ്. സാരമില്ല, അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ പ്രായമായ ആൾക്കാരിൽ കേൾവിക്കുറവുണ്ടെങ്കിൽ അതിനാവശ്യമായ ചികിത്സ തേടുന്ന ഒരാൾ, ഇപ്പോൾ കേൾവി സഹായി വയ്ക്കുന്ന ഒരാളെ വെച്ച് വയ്ക്കാത്ത ഒരാൾക്ക് ഒരുപാട് ഓർമ്മക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വയ്ക്കുന്ന ഒരാൾക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. എപ്പോഴും നമ്മൾ കേൾവിക്കുറവുള്ള ഒരാൾ ചികിത്സ കറക്റ്റായിട്ട് തേടി ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് തന്നെയാണ് നല്ലത്. മാർച്ച് 3 ലോക കേൾവി ദിനമാണ്. ഇപ്പോൾ പ്രമോദ് ഡോക്ടറും ഓഡിയോളജിസ്റ്റും ഇവിടെ ചെവിക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചും അതൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ ചെവിക്ക് കേൾവി കുറവുണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ വിശദമായി ക്ലാസ് എടുത്ത് തരികയുണ്ടായി. പിന്നെ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കും ആശംസകൾ ഈ പരിപാടിക്ക്.